ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 59-ാം ഭാഗം. അമ്മേ നാരായണ. ദേവിയുടെ 811-ാം നാമം പാശഹന്ത്രി. എല്ലാ പാശങ്ങളെയും, പാശമെന്നാൽ ഇവിടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധനങ്ങളായി നിൽക്കുന്നതിനെയെല്ലാം തകർത്തുകൊണ്ട് മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മളെ നയിക്കുന്നതെന്തോ അതാണ് ദേവീ ചൈതന്യം. കർമ്മബന്ധങ്ങളിൽപ്പെട്ട് ഉഴലുന്ന മാനവൻ മോക്ഷത്തിലെത്താതെ ഈ മായാപ്രപഞ്ചത്തിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നു. അപ്പോൾ ദേവി ഇവിടെയുള്ള ബന്ധനങ്ങളെല്ലാം തകർത്ത് ആ ഭക്തനെ വൈകുണ്ഠത്തിലെത്തിക്കുന്നു, അല്ലെങ്കിൽ മോക്ഷപദത്തിലെത്തിക്കുന്നു. 810-ാം നാമമായി പാശഹസ്തയാണ് ദേവി എന്ന് പറഞ്ഞു. ജീവാത്മാവിനെയും പരമാത്മാവിനെയും പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ദേവി ജീവാത്മാവിന് ഈ പ്രപഞ്ചത്തിലുള്ള കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള വിടുതൽ കൂടി നൽകുന്നു. ഒരേ സമയം പാശഹസ്തയായും പാശഹന്ത്രിയായും നിലനിൽക്കാൻ സാധിക്കുന്നു ദേവിക്ക്. 812-ാം നാമം പരമന്ത്ര വിഭേദിനി. പരമന്ത്രങ്ങൾ, ഭക്തന് ദോഷം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നിഷ്ക്രിയമാക്കുന്ന ദേവി ലളിതാംബിക. അത് ദുർമന്ത്രവാദമാവാം, ദുഷ്പ്രചരണങ്ങളാവാം, എന്തോ ആവട്ടെ, ഒരു ഭക്തൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഏതൊരു പ്രവൃത്തിയെയും നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന, അതിനെയെല്ലാം ഭേദിക്കുന്ന ദേവി ലളിതാംബികയുടെ ചൈതന്യം. 813-ാം നാമം മൂർത്ത. മൂർത്തരൂപത്തിൽ, മൂർത്തരൂപം എന്നാൽ ഇന്ദ്രിയ ഗോചരമായ, നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനാകുന്ന, സ്പർശിച്ച് അറിയാൻ സാധിക്കുന്ന രൂപത്തിൽ ഇവിടെ നിലനിൽക്കുന്ന ദേവി ലളിതാംബിക. ദേവി സർവചരാചരങ്ങളും ദേവിയുടെ അതേ മുഖത്തോടുകൂടി, ദേവിയുടെ അതേ രൂപത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി അതല്ലെങ്കിൽ ശ്രീചക്രം പോലെയുള്ള യന്ത്രങ്ങൾ ദേവീ ചൈതന്യത്തെ ആവാഹിച്ച് നാം വീടുകളിൽ സൂക്ഷിക്കുന്നതാണ്. ഈ വിധത്തിൽ മൂർത്തമായ രൂപത്തിൽ നമുക്ക് കണ്ട് തൊട്ട് അറിയാൻ സാധിക്കുന്ന വിധത്തിൽ നിലനിൽക്കുന്ന ദേവിയാണ് മൂർത്ത എന്നറിയപ്പെടുന്നത്. ഇനി നേരെ വിപരീതമായി ആ മൂർത്ത രൂപത്തിൽ 814-ാം നാമമാണ് അമൂർത്ത. അമൂർത്ത രൂപത്തിൽ, രൂപമില്ലാതെ, നമുക്ക് നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാനാവാത്ത, തൊട്ട് അറിയാൻ ആകാത്ത രൂപത്തിൽ നിലനിൽക്കുന്ന ബ്രഹ്മചൈതന്യമായ ദേവി ലളിതാംബിക. ചൈതന്യരൂപിയായ ഒരു പ്രകാശമായി നിലനിൽക്കുന്ന ദേവി ലളിതാംബിക. ആരംഭത്തിൽ നമുക്ക് മൂർത്തമായ പലതും വേണ്ടിവരും. ഈശ്വരനെ ധ്യാനിക്കാനായി ബിംബങ്ങളും മറ്റ് ഫോട്ടോകളും ഒക്കെ നോക്കിയിട്ടായിരിക്കും നാം ഈശ്വര പൂജ നടത്തുന്നുണ്ടാവുക. ആ മൂർത്ത രൂപത്തിൽ നിന്ന് അമൂർത്ത രൂപമായ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ ധ്യാനിക്കുന്ന ആ രീതിയിലേക്ക് എത്താനാകണം നമ്മുടെ ശ്രമം. 815-ാം നാമം ആ നിത്യതൃപ്ത. നിത്യമല്ലാത്ത, നിസ്സാരമായ, നശിക്കുന്ന കേവലമായ വസ്തുക്കൾ കൊണ്ട് പൂജിച്ചാൽ കൂടി തൃപ്തിപ്പെടുന്ന, അതിൽ സന്തോഷിക്കുന്ന, അതിൽ പ്രീതിപ്പെടുന്ന ദേവി ലളിതാംബിക. നമുക്ക് ശബരി കടിച്ച് നല്ല മധുരമുണ്ട് എന്ന് ഉറപ്പുവരുത്തി ആ വിധം എച്ചിലാക്കിയ പഴങ്ങൾ ശ്രീരാമചന്ദ്രൻ ഭക്ഷിക്കുന്നുണ്ട്. ഇനി അക്ഷയപാത്രത്തിൽ നിന്ന് ദ്രൗപദി കഴിച്ചതിൽ ബാക്കി വന്ന ഒരു ചീരയിലയുടെ ഒരു നുണുങ്ങ് കഷ്ണം കഴിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ ഭക്തൻ ഭക്തിയോടെ നൽകുന്നത് എന്തോ അത് ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ് ഈശ്വരൻ. അതിനാലാണ് ദേവിയെ അനിത്യതൃപ്ത എന്ന് വിളിക്കുന്നത്. 816-ാം നാമം മുനി മാനസ ഹംസിക. നല്ലൊരു ഉപമയാണ്. മുനിമാരുടെ, ഋഷിമാരുടെ മാനസം, ആ മാനസത്തിൽ വസിക്കുന്ന ഹംസികയായ ദേവി ലളിതാംബിക. മുനിമാരുടെ മനസ്സ് എപ്രകാരമുള്ളതാണ്? അത് ധ്യാനത്തിലൂടെ, യോഗയിലൂടെ ഏറെ തെളിഞ്ഞ മനസ്സാണ്. ആ മനസ്സ് മാനസ സരോവരം പോലെ തെളിമയുള്ളതാണ്. ആ തെളിഞ്ഞ മനസ്സിൽ നീന്തി തുടിക്കുന്ന ഒരു ഹംസത്തെ പോലെ
ദേവി ലളിതാംബിക ആ മനസ്സിൽ കുടികൊള്ളുന്നു. ഭക്തമാനസഹംസിക എന്നൊരു നാമം ലളിതാ സഹസ്രനാമം ആരംഭത്തിലുണ്ട്. ഭക്തൻ്റെ മനസ്സിലെ ഹംസമായിരിക്കുന്ന ദേവി ലളിതാംബിക. ഇവിടെ ഭക്തനും മുനിയും തമ്മിലുള്ള വ്യത്യാസം, ഭക്തൻ്റെ മനസ്സിനേക്കാൾ തെളിമയുള്ളതാണ് മുനിയുടെ മനസ്സ് എന്നുള്ളതാണ്. അഥവാ തെളിമയുള്ള മനസ്സുള്ള ഭക്തനെയാണ് മുനി എന്ന് വിളിക്കുന്നത്. 817 നാമം സത്യവ്രത. വാക്കിലും പ്രവൃത്തിയിലും സത്യനിഷ്ഠ കാത്തു സൂക്ഷിക്കുന്ന ദേവി ലളിതാംബിക. ഇവിടെ സത്യരൂപത്തിലാണ് ബ്രഹ്മമുള്ളത് എന്ന് നാം പറഞ്ഞു. സത്യം, ജ്ഞാനം, ആനന്ദം ഇവ മൂന്നുമായി നിലനിൽക്കുന്നത് ബ്രഹ്മമാണ്. അതിനാൽ സത്യവ്രത, ആ ബ്രഹ്മത്തോട് എല്ലായ്പ്പോഴും കൂറ് പുലർത്തുന്ന ദേവി ലളിതാംബിക. 818 നാമം സത്യരൂപ. സത്യവ്രതയാണ്, സത്യനിഷ്ഠയുള്ളവളാണ് ദേവി. സത്യരൂപ, ആ സത്യം സ്വരൂപമാക്കിയവളാണ് ദേവി ലളിതാംബിക. സത്യമായി പറയുന്നത് ബ്രഹ്മത്തെയാണ്, ബ്രഹ്മസ്വരൂപിണിയായ ദേവി. 819 നാമം സർവാന്തർയാമിനി. സകലരുടെയും അന്തർയാമത്തിൽ, അന്ധകരണത്തിൽ വസിക്കുന്നവളാണ് ദേവി ലളിതാംബിക. നമ്മുടെ ജീവാത്മ ചൈതന്യമായി നിലനിൽക്കുന്നത് ദേവിയാകുന്നു. അജ്ഞാനം കൊണ്ടാണ് നാം ദേവിയെ അമ്പലങ്ങളിലും മറ്റ് ഇടങ്ങളിലുമൊക്കെ തേടി അലയുന്നത്. ദേവി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവലിൽ സാന്റിയാഗോ എന്ന ബാലൻ നിധി തേടി പല നാടുകളിൽ സഞ്ചരിച്ച് ഒടുവിൽ താൻ പണ്ട് ഇരുന്നിരുന്ന ആ ക്ഷേത്രത്തിന് താഴെയാണ് നിധിയുള്ളത് എന്ന് തിരിച്ചറിയുന്നു. താൻ എവിടെയായിരുന്നോ അവിടെ തൻ്റെ കാൽച്ചുവട്ടിൽ ഉണ്ടായിരുന്ന നിധി തേടിയാണ് സാന്റിയാഗോ നാട് മുഴുവൻ ചുറ്റിയത്. അപ്രകാരം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ തേടിയാണ് നാം പുറമേ അലഞ്ഞു നടക്കുന്നത്. 820 നാമം സതി. ശിവപത്നിയായ ദക്ഷപ്രജാപതിയുടെ മകളായ സതി. സതീദേവിയുടെ ആത്മാഹൂതി സമയത്ത് സതീദേവി ദക്ഷനോട് പറയുന്നൊരു കാര്യമുണ്ട്. ആരെയാണോ ഈ പ്രപഞ്ചം മുഴുവൻ സ്നേഹിക്കുന്നത്, ആരെയാണോ പ്രപഞ്ചം മുഴുവൻ ആരാധിക്കുന്നത്, ആ വ്യക്തിയെ ക്ഷണിക്കാതെ നടത്തുന്ന ഈ യാഗം അതിനി നടത്തിയത് കൊണ്ട് കാര്യമില്ല. അതിൻ്റെ ആ ഫലപ്രാപ്തി ഒരിക്കലും ഉണ്ടാവില്ല. ആരുടെ കാൽപാദമാണോ ഭൂമിയിൽ പതിയുമ്പോൾ ആ ഭൂമിദേവി ഏറ്റവും അധികം സന്തോഷിക്കുന്നത്, ആ വ്യക്തിയെ ക്ഷണിക്കാതെയാണ് ഈ യാഗം ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഈശ്വരൻ നമ്മോട് ചേരാനായിട്ട് വരുമ്പോൾ ആ ഈശ്വരനിൽ നിന്ന് അകന്നു പോവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്രകാരം ഈശ്വരനെ അകറ്റി നിർത്തി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തുന്നില്ല എന്നുള്ളതാണ് ദക്ഷപ്രജാപതിയുടെ കഥ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ 811 മുതൽ 820 വരെയുള്ള നാമങ്ങളാണെന്ന് പഠിച്ചത്. നമുക്കതൊന്ന് ചൊല്ലി നോക്കാം. 810 മുതൽ ആരംഭിക്കാം. പാശഹസ്ത, പാശഹന്ത്രി, പരമന്ത്ര വിഭേദിനി, മൂർത്ത, അമൂർത്ത, നിത്യതൃപ്ത, മുനിമാനസഹംസിക, സത്യവ്രത, സത്യരൂപ, സർവന്തർയാമിനി സതി.